ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞങ്ങൾ കൊണ്ടുവന്നേക്കണ ഒരു അടിപൊളി സാലഡ് റെസിപ്പി ആട്ടോ. നമുക്ക് കുട്ടികൾക്ക് സ്കൂളിൽ കൊടുത്ത് വിടാനും ഓഫീസിലേക്ക് കൊണ്ടുപോകാൻ പറ്റിയ ഒരു 4 മണി സ്നാക്കും പ്ലസ് 11 o'clock സ്നാക്കും കൂടെ പറയാം കേട്ടോ. അതിന് വേണ്ടി നമുക്ക് മുളപ്പിച്ച് പയറെടുത്തിട്ടുണ്ട്. അതിന് കുറച്ചും കൂടി ഫ്ലേവർ ആഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ കുറച്ച് വെജിറ്റബിൾസും കൂടെ ആഡ് ചെയ്യാനകത്തേക്ക്. അതിന് നമുക്കിവിടെ നമ്മുടെ വീട്ടിലുള്ള വെജിറ്റബിൾസൊക്കെ തന്നെ എടുക്കാം കേട്ടോ. ഇപ്പോൾ നമുക്ക് ഇവിടെ ഉണ്ടായിരുന്ന ക്യാരറ്റ്, ഉള്ളി, കുക്കുംബറും തക്കാളിയും നാരങ്ങയും കുറച്ച് മല്ലിയിലയും കൂടെ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിനകത്ത് വേണമെങ്കിൽ ക്യാബേജും ക്യാപ്സിക്കം അങ്ങനെ പലവിധം പച്ചക്കറി നമുക്ക് കഴിക്കാൻ പറ്റുന്നതൊക്കെ നമുക്ക് ആഡ് ചെയ്യാം. ബീട്രൂട്ടൊക്കെ ആഡ് ചെയ്യാം കേട്ടോ. അപ്പം ഇതുണ്ടാക്കാൻ വളരെ സിമ്പിളാണ്, വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു സാലഡാണ്. ചോറിന് കൊടുത്ത് കഴിക്കാനോ രാവിലെ വേണമെങ്കിൽ കഴിച്ചിട്ട് പോകാനോ ഒക്കെ നമുക്ക് പറ്റും. സോ ഇതിനകത്ത് നമുക്ക് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് കുരുമുളക് പൊടിയും കൂടി എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ കുറച്ച് ഉപ്പ്, ഇത് മാത്രമേ ഉള്ളൂ ഇതിനകത്ത് ഇടണം. നമ്മൾ വേറെ ഇതിനകത്ത് ഒന്നും ഇടാൻ നമുക്ക് അതിനകത്ത് മുളകോ അങ്ങനെ കാര്യങ്ങൾ നമ്മളൊന്നും ഇടുന്നില്ല. കുരുമുളക് തന്നെ അത്യാവശ്യം എരിവ് നമുക്ക് തരും ഇതിനകത്ത്. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ മുളപ്പിച്ച് വെച്ച പയർ നന്നായിട്ട് നമുക്കൊരു ബൗളിലേക്ക് എടുത്തിടാം. നമുക്ക് എത്രമാത്രം ക്വാണ്ടിറ്റി വേണോ അതനുസരിച്ച് നമുക്ക് എടുത്തിട്ട് നമുക്കിത് ഉണ്ടാക്കാവുന്നതാണ്. നമ്മുടെ വീട്ടിൽ അംഗങ്ങൾക്ക് എത്ര പേരുണ്ടെന്ന് നോക്കിയിട്ട് നമുക്ക് ഉണ്ടാക്കാം. പിന്നെ നമ്മുടെ വെജിറ്റബിൾസ് എടുത്തേക്കണൊക്കെ നമുക്ക് ചെറുതായിട്ട് സ്ലൈസ് ചെയ്തെടുക്കാം, ചോപ്പ് ചെയ്തെടുക്കാം. നമുക്ക് കഴിക്കാൻ പറ്റുന്ന രീതിയിലൊക്കെ നമുക്ക് ആ ഒരു അളവിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് ഇപ്പോൾ ഇതിനകത്തേക്ക് നമ്മൾ പയറിട്ടിട്ടുണ്ട്, ക്യാരറ്റ് ഇട്ടു, നമ്മുടെ ഉള്ളി സവോള കട്ട് ചെയ്ത് ചെറുതായിട്ട് ഇട്ടിട്ടുണ്ട്. അതിൻ്റെ കൂടെ തക്കാളിയും കൂടെ ചെറുതായിട്ട് സ്ലൈസ് ചെയ്തിട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ കുക്കുംബറും കൂടെ ചെറുതായിട്ട് കട്ട് ചെയ്ത് അതിനകത്തേക്ക് ഇട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് ആഡ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാരങ്ങ നീരും നമ്മളെടുത്ത് വച്ചിരുന്ന കുറച്ച് കുരുമുളക് പൊടിയും ഉപ്പും കൂടി ഇതിനകത്തേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് മല്ലിയെല്ലാം കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ അടിപൊളി സാലഡ് റെഡി ആയിട്ടോ. ഇതിനകത്ത് വേറെ നമുക്ക് ഇനിയിപ്പോൾ ഒന്നും ആഡ് ചെയ്യാനില്ല, വെറുതെ അങ്ങ് എടുത്തങ്ങ് കഴിച്ചാൽ മാത്രം മതി. അപ്പോൾ ഇതൊരു അടിപൊളി സാലഡാണ്, കുട്ടികൾക്ക് ഇഷ്ടപ്പെടും. കുട്ടികൾക്ക് സ്കൂളിൽ കൊടുത്തു വിടാൻ പറ്റിയൊരു നല്ലൊരു അടിപൊളി സാലഡാണ്. ഓഫീസിൽ കൊണ്ടുപോകാൻ പറ്റിയതുമാണ്, വീട്ടിൽ നിന്ന് വെറുതെ കഴിക്കാൻ പറ്റിയതുമാണ്. ഡയറ്റിലൊക്കെ ഇരിക്കുന്ന ആൾക്കാർക്ക് ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു സാലഡും കൂടിയാണ്. അപ്പോൾ ഞങ്ങളുടെ ഈ സാലഡ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ ചാനൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതേപോലത്തെ അടിപൊളി റെസിപ്പീസ് ഞങ്ങളുടെ ചാനലിനകത്ത് വേറെയുണ്ട്, നിങ്ങൾ പോയി ചെക്ക് ചെയ്യുക. റെസിപ്പീസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഞങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. ഇത് തീർച്ചയായിട്ടും നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്യണം ഒരു പ്രാവശ്യമെങ്കിലും. വളരെ ഹെൽത്തി ആയിട്ട് പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ളൊരു സാലഡാണ്. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ വർഷം ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ചാനൽ. അപ്പോൾ ഇതേപോലെ ഒരു അടിപൊളി റെസിപ്പിയായിട്ട് ഞങ്ങൾക്ക് വീണ്ടും അടുത്തൊരു ദിവസം വരാം. അതുവരെ ബൈ ബൈ.